നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. അല്പം മുമ്പ് എന്നോട് ഒരു പേഷ്യൻ്റ് പറഞ്ഞു, ഡോക്ടർ ഈ ബ്രഷിങ്ങിനെ കുറിച്ച്, ഭയങ്കരമായിട്ടുള്ള ബ്രഷിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഞാൻ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയൊക്കെ ബ്രഷ് ചെയ്യണം എന്നുള്ളത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ ഇന്ന രീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ഭയങ്കര ആത്മാർത്ഥമായിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരാളാണ്. ആത്മാർത്ഥമായിട്ട് ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തേച്ച് പല്ല് മുഴുവൻ തേഞ്ഞു പോകും. അങ്ങനത്തെ ഒരു തേപ്പാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കർമ്മമാണ് പുള്ളിക്കാരന്. ഇത് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുകയുള്ളൂ. അതായത് നമ്മുടെ വയർ ബ്രഷ് ഇട്ട് കോൺക്രീറ്റ് തറ തേച്ച് കഴുകുന്ന പോലെയാണ് പുള്ളിക്കാരൻ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഷ് എടുത്ത് പേസ്റ്റ് അതിൻ്റെ പുറത്ത് അങ്ങോട്ട് തേച്ച് വെച്ചിട്ട് ഇത് വായിലിട്ട് നടപ്പാണ്. നടന്നുകൊണ്ട് ഇങ്ങനെ തേച്ച് നടപ്പാണ്. ഏതാണ്ട് അരമണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ. അപ്പം ഞാൻ വായ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പല്ലൊക്കെ തേഞ്ഞ് ആകെ നാശകോശമായിട്ടിരിക്കുക, കംപ്ലീറ്റ് തേഞ്ഞു പോയി. അപ്പോൾ എന്നോട് പറയണ ഭയങ്കര പുളിപ്പാണെന്നാണ് പറയണേ. ഡോക്ടറെ ഞാൻ വളരെ ഭംഗിയായിട്ട് ബ്രഷ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു അതെ, ഭംഗി കൂടിപ്പോയി, അതപ്പോൾ പറ്റിയത് എന്നുവെച്ചാൽ വളരെ ആത്മാർത്ഥത കൂടിപ്പോയി. നമ്മൾ ഈ കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാവൂ. 2 നേരം ബ്രഷ് ചെയ്യണം, പക്ഷെ 3 മിനിറ്റേ ഒരു നേരം ബ്രഷ് ചെയ്യാവൂ. അതിൽ കൂടുതൽ ചെയ്യരുത്. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്യേണ്ട രീതി ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിംഗ് ടെക്നിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാവൂ. സർക്കുലറായിട്ട് ബ്രഷ് ചെയ്യുക. അതിൻ്റെ രീതികൾ പലപ്പോഴും ഞങ്ങൾ ഡോക്ടർ രൂപേഷ് തന്നെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ബ്രഷിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കാണാം. ആ ടെക്നിക്ക് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക. 3 മിനിറ്റ് ബ്രഷ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞാൽ ടങ് ക്ലീനർ ഉപയോഗിക്കണം, അതും പ്രധാനമാണ്. പിന്നെ മൗത്ത് വാഷ് എല്ലാവരും ചിലർ പറയും അയ്യോ ഞാൻ ലിസ്റ്ററീൻ ഉപയോഗിക്കുന്നു, ക്ലോറെക്സിൻ ഉപയോഗിക്കുന്നു, സ്ഥിരമായിട്ട് മൗത്ത് വാഷ്. ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കരുത്. എന്താ കാരണം? നമ്മൾ മൗത്ത് വാഷ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ സൊല്യൂഷനാണ്. വായയുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള കുറേ ബാക്ടീരിയ ഉണ്ട്, അവരെയും കൂടെ ചിലപ്പോൾ നമ്മൾ കൊന്നുകളയും. അപ്പോൾ അത് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും വേറെ മറ്റ് പല ബാക്ടീരിയകളും വേണ്ടാത്ത ആൾക്കാരെല്ലാം അവിടെ കയറി വരും. എന്നിട്ട് അത് വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ മൗത്ത് വാഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ ചില വ്യക്തികളിൽ ഹൈലി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവരിൽ നമ്മൾ മൗത്ത് വാഷ് സ്ഥിരമായിട്ട് ഒരു സെർട്ടൺ ലെവൽ വരെ ഉപയോഗിക്കുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു നോർമൽ പേഷ്യൻ്റ് സ്ഥിരമായിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഈശ്വരൻ തന്നിട്ടുള്ള മൗത്ത് വാഷ് ഉണ്ട്. എന്താണത്? ഉപ്പുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് റിൻസ് ചെയ്യുക. അത് നല്ലതാണ്. അത് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ നല്ല ഫൈബ്രസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നിവൃത്തിയുള്ളത് അവോയ്ഡ് ചെയ്യുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കക്കോള അങ്ങനെയുള്ള സംഗതികൾ കുടിക്കരുതെന്ന് ഞാൻ പറയില്ല. കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിൻസ് ചെയ്യുന്നൊരു പ്രവണത വേണം. അമിതമായിട്ട് കഴിക്കുന്ന അപകടമാണ്. പണ്ടൊരിക്കൽ ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു പയ്യൻ, അവൻ ചെറുപ്പകാലത്ത് ടീനേജറായിരുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിന് പകരം കൊക്കക്കോള കുടിച്ച് കംപ്ലീറ്റ് പല്ല് നാശമായിട്ടുള്ള ഒരു കേസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അപകടമാണ് എപ്പോഴും. അത് നമ്മൾ പരമാവധി കുറയ്ക്കുക. ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ് ഇതെല്ലാം കുറയ്ക്കുക. ഇനി അഥവാ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരു ജെൻറ്റിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് അതങ്ങ് കഴുകി കളയുന്നത് നന്നായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് വൺസ് ഇൻ 6 months നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് ചെയ്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.